ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്നും മൊത്തമായി 130 സീറ്റുകളാണ് ലോക്സഭയിലേക്ക് ഉള്ളത്. അതായത് കർണാടകയിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും തമിഴ്നാട്ടിലും കേരളത്തിലും പിന്നെ ഒരു മണ്ഡലം കേന്ദ്ര ഭരണ പ്രദേശമായ പുതുച്ചേരിയിലെ ഇത്രയും കൂട്ടുമ്പോൾ 130 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. ഇതിൽ കോൺഗ്രസിന് 80 ലോക്സഭാ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയും എന്ന കൃത്യമായ കണക്കാണ് പുറത്തു വരുന്നത്. കേരളത്തിൽ നിന്നും 15ഓളം സീറ്റുകൾ, തമിഴ്നാട്ടിൽ നിന്നും 10, അങ്ങനെ 15, 10, 25 സീറ്റുകൾ, കർണാടകയിൽ 20ഓളം സീറ്റുകൾ, അങ്ങനെ 45 സീറ്റുകൾ, ആന്ധ്രാപ്രദേശിലെ തെലങ്കാനയിൽ 17ൽ 15 നേടും എന്ന കണക്കാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയപരമായ മുന്നേറ്റം തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും നടത്താൻ കഴിഞ്ഞാൽ അത് ബഹുദൂരം കോൺഗ്രസിന്റെ സീറ്റ് വർധനയിലേക്ക് മുന്നേറ്റം നടത്താൻ കഴിയും. ഏറ്റവും കുറഞ്ഞ പക്ഷം 70 സീറ്റുകളെങ്കിലും ലഭ്യമാകുന്ന കണക്കിലേക്ക് പോകും എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറയുന്നത്. കർണാടകക്കാരൻ കൂടിയായിട്ടുള്ള കോൺഗ്രസ് അധ്യക്ഷന് ആത്മവിശ്വാസമുണ്ട്. DK ശിവകുമാറിന് കർണാടകയുടെയും ആന്ധ്രാപ്രദേശിന്റെയും തെലങ്കാനയുടെയും രാഷ്ട്രീയപരമായ മുന്നേറ്റത്തിന് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് അറിയാം. തമിഴ്നാട്ടിൽ ഒരു തിരിച്ചുവരവ് AIADMKക്ക് ഉണ്ടാവുകയില്ല. BJPക്ക് ഒരു രീതിയിലും അവിടെ മുന്നേറ്റം നടത്താൻ കഴിയില്ല. കോയമ്പത്തൂരിലും കന്യാകുമാരിയിലുമാണ് BJP പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. കോയമ്പത്തൂരിൽ അന്നാമലയും കന്യാകുമാരിയിൽ പൊൻ രാധാകൃഷ്ണനുമാണ് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. എന്നാൽ ഇരുവർക്കും അവിടെ മുന്നേറ്റം നടത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഈ രീതിയിലാണ് ട്രെൻഡ് പോകുന്നതെങ്കിൽ ഈ 5 സംസ്ഥാനങ്ങളിൽ നിന്നുമായി കൃത്യമായി കോൺഗ്രസിന് 70ഓളം സീറ്റുകൾ ലഭിച്ചാൽ അത് തീർച്ചയായും ഇന്ത്യ മുന്നണിയെ ബഹുദൂരം മുന്നിലെത്തിക്കും. 130ൽ 100 സീറ്റും ഇന്ത്യ മുന്നണിക്ക് തന്നെ കിട്ടും എന്ന സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത്. വോട്ട് ഷെയറിന്റെ കാര്യം നോക്കിയാൽ 55% വോട്ട് ഷെയറും ലഭ്യമാകുന്ന തരത്തിലേക്കായിരിക്കും. BJPക്കും മറ്റുള്ള കക്ഷികൾക്കും 45%ത്തിലേക്ക് ഒതുങ്ങേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യം.